ഞാൻ 18 വർഷമായിട്ട് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു കൾച്ചർ ഫോളോ ഉണ്ട്. നടനെ നാടിന്റെ പേര് പേര്. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഡാൻസും പാട്ടും അങ്ങനത്തെ പല പല കലാ പരിപാടികളെ പ്രോത്സാഹിപ്പിക്കും, ടെക്കി സ്റ്റഡിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫോറമാണ്. അപ്പൊ അത് ഇങ്ങനെ എനിക്കൊരു ഡൈവേർഷൻ വന്നിട്ട് ഒരു ഫിലിം ക്ലബ്ബ് സ്റ്റാർട്ടിങ് ഒരു ഇതിലേക്ക് പോയി. അങ്ങനെ ഒരു നക്ഷത്ര എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇനോഗ്രേഷൻ 11 years ആയിരുന്നു ഓർമ്മ. അപ്പൊ ഇത് ഇനോഗ്രേഷന് ശേഷം ലൈക്ക് 2012 ആ ടൈമാണ് തോന്നുന്നു. അപ്പൊ ഇനോഗ്രേഷന് ശേഷം ഇതേപോലെ ഓഡിയൻസ് ഓപ്പൺ അപ്പ് ചെയ്തു. അപ്പൊ ആ കിട്ടത്തില്ല ഒരാളിനെ ചോദിച്ചിരുന്നു, ചേട്ടാ ഷോർട്ട് ഫിലിം ചെയ്യാൻ പൈസ ഇടുന്ന തരുമോ എന്ന് പറഞ്ഞ് ഒരു ഓക്വേർഡ് ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചോദ്യം തിരക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് തിരക്കട്ടാണ് അല്ല എന്തോലും ഇമ്പോസിബിൾ എത്തിയത് ഫേസിൽ പിന്നെ അന്ന് ഇത്ര താല്പര്യാത്ര ചെയ്തു, ഒരു കൊച്ചു പടം ഒന്നിനെ ചേർക്കുകയും ചെയ്തു. അങ്ങനെ വഴിവഴിയായി പിന്നെ നമ്മൾ കാണുന്ന ടി വി ഇതെല്ലാം സ്വാധീനം എല്ലാം അവിടെ നിന്ന് വളർന്നു. പിന്നെ നമുക്ക് പാൻ ഇന്ത്യൻ ലെവലില് അനുപമ ചോപ്ര, രാജീവ് പ്രസിഡന്റ്, നേരത്തെ ഇന്റർവ്യൂ ഫേസിലൊക്കെ കാണുന്നു. അപ്പൊ എന്റെ ക്വസ്റ്റൻ ഈസ് ഹൗ ഈസി ഈസ് ഇറ്റ് ടു ഹാൻഡിൽ സക്സസ്? How easy or difficult it is for you to handle it? എനിക്കൊന്ന് ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സക്സസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം നമുക്ക് തോന്നുന്നത്. കാരണം അതാണ് സക്സസ് വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് നമ്മളാ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കും പെട്ടെന്ന് വേറൊരു ഒരു സോണിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു സക്സസ് എനിക്ക് പക്ഷെ ഈ പറയുന്ന പോലെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് നേരത്തെ പറഞ്ഞ ലേണിംഗ് പ്രോസസ് ഉണ്ട്. അതാണ് എനിക്ക് വീണ്ടും എന്താ പറയാ ഒരു മോട്ടിവേഷനും ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നത്. എനിക്ക് ഇനി സിനിമയിൽ കുറെ ചെയ്യാനുള്ള സിനിമയിൽ ഇനി നിലനിൽക്കണമെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നതൊക്കെ ഈ പറയുന്ന വീണ്ടും തിരിച്ചു പോയിട്ട് സിനിമകൾ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും നമ്മൾ ചെറിയ ആളായിട്ട് ഫീലിംഗ് എന്നൊരു തോന്നുന്നു. എപ്പോഴും ആ ഒരു എന്തൊക്കെ എത്രയൊക്കെ പോയാലും തിരിച്ചു വരുമ്പോൾ വലിയൊരു അകലായിട്ട് നമ്മുടെ മുന്നിൽ വെക്കുന്നത് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സത്യൻ സാറിന് ഇതിനെപ്പോലെ ഫിലിം മേക്കർ അദ്ദേഹത്തിന്റെ ഇപ്പൊ 40 വർഷം പിന്നെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇപ്പോഴും റെലവെന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആവുന്നത്. എത്ര കാലം നിൽക്കുക എത്രയും നല്ല റെലവെന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇന്ന് ആരും എപ്പോഴും പറയും. ഇത്രയും കാലം സത്യൻ സാറൊക്കെ എപ്പോഴും സിനിമ റെലവെന്റ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ നിൽക്കും നമുക്കും ഇങ്ങനെ കുറെ കാലം സിനിമയിലേക്ക് നിൽക്കണം എന്ന് പറയുന്നത് ജോഷി സാധനം എന്നൊക്കെ പറയുന്ന പോലത്തെ ഫിലിം മേക്കേഴ്സൊക്കെ ഒരു പോയിന്റ് പോലും അവർ ഒരിക്കലും സാച്ചുറേഷൻ തോന്നിട്ട് തന്നിട്ടില്ല. അവരിപ്പോഴും എക്സൈറ്റഡ് ആണ്. അവരിപ്പോഴും പുതിയത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പുതിയത് കാണാൻ ആഗ്രഹിക്കുന്നു, പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്താങ്ങും പോലത്തെ ഒരു സിനിമ ഈ ബ്രേക്ക് ചെയ്ത് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ആക്ച്വലി നമുക്കുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ മോട്ടിവേഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു സക്സസ് എന്ന് പറയുന്ന ആ ഒരു ഫാൻസി ഇത് മാറിയിട്ട് നമ്മൾ എപ്പോഴും ഒരു ഡ്രിവൺ ആയിരിക്കും ഫോർ സംതിങ്. നമ്മൾ കുറച്ച് ഒരു എന്തോ ഇതിനു വേണ്ടി ഫോക്കസ്ഡ് ആയിരിക്കും കുറച്ചുകൂടെ. അപ്പൊ എനിക്ക് മറ്റേ നമ്മളെ ബാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. സക്സസോ അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ അതൊന്നും എന്ത് സംഭവിച്ചാലും എനിക്ക് ഇതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ കാലം പോകുന്നു കാലം പോകുന്ന അറിയില്ല, സമയം പോകുന്നു അറിയില്ല, പിന്നെ ആൾക്കാർ കിടക്കുന്ന അറിയില്ല. നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും. ആ ഫോക്കസ് അങ്ങനെ മെസ്സേജ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇമ്പോർട്ടൻസ്.